Welcome back to another video. Okay, this time I am going to unbox an 1:64 RC car. Yeah, you are right. അപ്പോൾ ഒരു 1:64 സ്കെയിൽ ആർ സി കാറിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ അൺബോക്സിങ് വീഡിയോ. ആക്ച്വലി ഇതാണ് നമ്മുടെ 1:64 സ്കെയിൽ ഡൈകാസ്റ്റ് ആർ സി കാർ. ഇതിൻ്റെ ഡോർസ് ഒന്നും ഓപ്പണബിൾ അല്ല, പക്ഷേ ഇത് ആക്ച്വലി ഡൈകാസ്റ്റ് മെറ്റലാണ്. വളരെ ക്യൂട്ടാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞൻ വാഹനമാണ്. ഇതിൽ USB ടൈപ്പ് C ചാർജിങ് പോർട്ടും പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടണൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൽ ഫ്രണ്ടിലാണ് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നത്. റിയൽ വീൽ ഡ്രൈവാണ്. 4 വീൽ ഡ്രൈവിലുള്ള ടൈപ്പ് കാറുകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. ഇതെന്തായാലും റിയൽ വീൽ ഡ്രൈവാണ്. ഒറ്റ മോട്ടറേ ഉള്ളൂ. പിന്നെ ആ ഒരു കൺട്രോളർ മോട്ടറുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. VMAX എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പിക്കപ്പ് വെർഷൻ്റെ മോഡലിലാണിത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ട്രെയിലർ കൂടി ഇതിൻ്റെ കണ്ടൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇതാണ് ട്രെയിലർ. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് ഒരു വീഡിയോ പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതും വളരെ ക്യൂട്ടാണ്, ചെറുതാണ്. അപ്പോൾ ഇതാണ് നമുക്കിത് ഇവിടെയാണ് ഇതിൻ്റെ ഹൂക്ക് വരുന്നത്. ഇതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് ലോഡ് ക്യാരി ചെയ്ത് ഓടിക്കാം, അല്ലാണ്ട് ഓടിക്കാം. ഇതാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു രൂപം. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ റിമോട്ടിൽ ബട്ടൺസ് എല്ലാം വരുന്നത്. ഒരു 3 വോൾട്ട് സെല്ല് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നിട്ട് നോക്കാം. ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു സെല്ല്. ഇതിനോടൊപ്പം ഉള്ളതാണ്. ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇതിങ്ങനെ സിഗ്നൽ കാണിക്കാൻ തുടങ്ങും. സംഭവം ഇത് ഓണായിട്ടുണ്ട്. ഇതിൽ 3 ബട്ടൺസ് ആണുള്ളത്: അപ്പ്, ഡൗൺ, പിന്നെ ലെഫ്റ്റ്, റൈറ്റ്. പിന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ കൂടിയുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആക്കുമ്പോൾ ഈ ഫ്രണ്ട് ലൈറ്റ്സും പിന്നെ ഈ ടെയിൽ ലൈറ്റ്സും ഒക്കെ ഓണായി വരും. ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് സംഭവം റെഡിയാണ്, സിഗ്നൽ റിസീവ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. നോക്കാം. ഓക്കെ, ഫ്രണ്ട്, ബാക്ക്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ ലൈറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. റിവേഴ്സ് ആകുമ്പോഴത്തേക്ക് അത് ബ്ലിങ്ക് ചെയ്യും. ഹെഡ്ലൈറ്റിരിക്കുമ്പോഴും അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ്, റൈറ്റ് നോക്കാം. ഇതാണ് ലെഫ്റ്റും റൈറ്റും വർക്കിങ്ങാണ്. ഇപ്പോൾ ടേണിംഗ് റേറ്റേജൊക്കെ കുറവാണ്. പിന്നെ 6% ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ ലോവർ സ്പീഡാണ്, ഇത് കുറച്ചുകൂടി ആവും. ഇനി ഞെക്കിയാൽ ഹൈ സ്പീഡിലോട്ട് പോകും. ഇത് ഓടുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും, അതിൻ്റെ ആ ഒരു സ്പീഡ് കൺട്രോൾ എങ്ങനെയാണെന്നുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നല്ല കൺട്രോളുള്ളൊരു സാധനമാണ്. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ്. ഇതിൻ്റെ ശരിക്കും ഇത് ഓൺലൈനായിട്ട് പല മോഡൽസ് അവൈലബിൾ ആണ്. ഇടയ്ക്ക് ആമസോണിലൊക്കെ റേഞ്ച് റോവറിൻ്റെ മോഡലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 899 രൂപയായിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് വന്നതെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ആ ട്രെയിലർ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഹൂക്കിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് ട്രെയിലർ കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.